ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ? ഏഞ്ചലാണ്. രാവിലെ എഴുന്നേറ്റ് മുടിയൊക്കെ കെട്ടി മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ കുറേ ദിവസമായി റോഡ് സൈഡൊക്കെ ഒന്ന് തൂത്തിട്ട് അപ്പോൾ കുറച്ച് കരിയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തൂത്തുവാരി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ ഇച്ചിരി സമയം എടുത്ത് തൂത്തുവാരി അതൊക്കെ അങ്ങ് കളഞ്ഞു. അങ്ങനെ അതെല്ലാം പിന്നെ എന്നങ്ങ് വാരിയേക്കാന്ന് വെച്ചാൽ അങ്ങനെല്ലാം വാരി മാറ്റി. അപ്പോൾ അത്രയും സന്തോഷമായി. അമ്മയ്ക്കും ഒരു സന്തോഷമുണ്ട്. പക്ഷേ എന്നാലും ചോദിക്കും, മുനിസിപ്പാലിറ്റിയിലെ ജോലിക്ക് പോകാമെന്നൊക്കെ ചോദിക്കും. എന്നാലും എനിക്കിത് ചെയ്യുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, മുറ്റത്തൊരു വഴുതനത്തൈയുടെ ഇല ഭയങ്കരമായിട്ട് മുരടിച്ച് പോവാണ്. നോക്കിയപ്പോഴാണ് മുഞ്ഞയും പീലിമുട്ടയൊക്കെയാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അതിൻ്റെ ഓരോ ഇലയും നോക്കിയിട്ട് ഏതിലൊക്കെ കീടങ്ങളുണ്ട് അതെല്ലാം നമ്മളങ്ങ് മുറിച്ച് മാറ്റിയിട്ട് ഒരു ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പ്രേ അതിനകത്ത് നമ്മുടെ സോപ്പും അതുപോലെ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് കഴിയുമ്പം ഇനി ഇത് വരാനുള്ള ചാൻസും കുറയും. പിന്നെ ഇത് നന്നായിട്ട് തളർത്ത് കിളിക്കാനൊക്കെ കൊണ്ടുള്ള ഒരു സ്പ്രേ ആണ്. അപ്പോൾ അതൊക്കെ ഒഴിച്ചു. പിന്നെ അമ്മ പറഞ്ഞു മുകളിലോട്ട് വാ. അങ്ങനെ മുകളിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മ ഈ കവറിൽ ഈ അരിസഞ്ചി അങ്ങനെയുള്ള കവറിനകത്തൊക്കെ ചുമ്മാ ഇഞ്ചിയൊക്കെ പാകിയായിരുന്നു. കുറച്ച് ഇഞ്ചിയൊക്കെ കിട്ടി. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷം, എനിക്കും സന്തോഷം. അത് പോരാ, ഇച്ചിരൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അത് വലുതാവുന്നില്ല. അപ്പോൾ എന്താ മാറ്റാമെന്ന് വെച്ച് അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം മാറ്റി. പിന്നെ അമ്മയെടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ 1-2 വഴുതനയും കാര്യമൊക്കെ നിൽക്കുന്നത് കണ്ടേ. അപ്പോൾ അതിലോട്ടൊക്കെ നോക്കാമെന്ന് വെച്ചു. അപ്പോഴത്തേക്കൊരു 8-9 മണിയൊക്കെ അടുപ്പിച്ചായി. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇതെല്ലാം ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ആ വഴുതന ഒക്കെ നോക്കിയപ്പോൾ എനിക്കൊരു സന്തോഷം, കായൊക്കെ ഉണ്ട്. പക്ഷേ കുഞ്ഞൊരു കവറിലാണ് നിൽക്കുന്ന, ഒരു അരിസഞ്ചിയില്ല. അപ്പോൾ എന്നാൽ പിന്നെ അത് റിപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ വേറൊരു ബക്കറ്റ് എടുത്ത് ബ്ലേഡ് വെച്ച് ഈ കവറിൻ്റെ സൈഡെല്ലാം കീറിയിട്ട് വളരെ സൂക്ഷിച്ച്, കാര്യം അതിൻ്റെ വേര് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല, പിന്നെ അത് കിളിക്കൂലല്ലോ. അങ്ങനെ വളരെ സാവധാനം അത് പിന്നെ എടുത്ത് റിപ്പോർട്ട് ചെയ്തൊക്കെ വെച്ച ശേഷം പിന്നെ ഇച്ചിരി നല്ല മണ്ണൊക്കെ മണ്ടയിലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അവ താഴെ കൊണ്ടുവന്നിട്ട് പിന്നെ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടപ്പം എനിക്കൊരു സന്തോഷം, ഒരു കൗതുകമൊക്കെ തന്നെ. ഇങ്ങനെ മണ്ണിൽ കളിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞാൽ കയ്യും അഴുക്കാവും, പിന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷം. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ ഏഞ്ചിലെ ഞാനെന്നാൽ കുറച്ച് തൂക്കാമെന്ന് വെച്ച് പിന്നെ അമ്മയും കുറച്ച് ഒരു സൈഡൊക്കെ തൂത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ പല്ല് തേച്ചില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പേസ്റ്റ് 2-3 ഇരിപ്പുണ്ട്, എല്ലാം കാല്. എന്നാൽ പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വെച്ച്. പണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു, എന്താ ഫ്രണ്ടിൽ കൂടെ പേസ്റ്റ് എടുത്ത് സൈഡിൽ കിടക്കുക. പക്ഷേ ഇങ്ങനെ എടുക്കുന്നത് നല്ല രസമാണ്. അങ്ങനെ പേസ്റ്റൊക്കെ എടുത്ത് അതിനുശേഷം പിന്നെ ഇവിടെയൊക്കെ നോക്കി പ്രാഷൻ ബ്രെഡിൻ്റെ വള്ളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു വിട്ട് പല്ലൊക്കെ തേച്ച് മിടിക്കുകയായി.